ഇപ്പോൾ സ്റ്റഡി അബ്രോഡിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, UK, കാനഡ പോലുള്ള മേജർ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ആ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ജർമ്മനി ഒരു നല്ലൊരു ഓപ്ഷൻ ആവുന്നത്? ജർമ്മനിയിൽ 0% ട്യൂഷൻ ഫീ ആണ്. എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീ ഇല്ല എന്നുള്ളൊരു രീതിയാണ് കൂടുതലായിട്ട് ആളുകൾ ആകർഷിക്കുന്ന ഒന്നാമത്തെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഒരു ഫാക്ടർ UK, കാനഡയൊക്കെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള നല്ലൊരു സ്റ്റഡീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ എഞ്ചിനീയേഴ്സിന്റെ വലിയൊരു ഹബ്ബ് തന്നെ അവിടെ ഉണ്ട്. കാരണം BMW, പോർഷ്, ഓക്കെ, ഇതെല്ലാം ഇങ്ങനെയുള്ള പല എഞ്ചിനീയറിംഗ് പറ്റുന്ന ആളുകൾക്ക് പഠിച്ചിറങ്ങിയാൽ ഒത്തിരി സാധ്യതകൾ അവിടെയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, നഴ്സിംഗ്, അതൊക്കെ ഹെൽത്ത് കെയർ ആണ് ഇപ്പോൾ വളരെ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അങ്ങനത്തെ കോഴ്സുകൾക്ക് വേണ്ടി ജർമ്മനി ഓപ്റ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് അടുത്തൊരു കാര്യം. പിന്നെ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രത്യേകത നമുക്ക് PR കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. മറ്റു രാജ്യങ്ങളിലെ പോലെയല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്കൊരു B1 ലെവൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ B1 ലെവൽ കൈൻഡ് ഓഫ് ജോബ് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഓരോ പ്രൊഫഷൻ അവർ പറയും. ആ എക്സ്പീരിയൻസ് മീറ്റ് ചെയ്താൽ നമുക്ക് PR-ന് വരാനും നമുക്ക് അവിടെ തന്നെ പെർമനന്റ് റെസിഡൻസ് കിട്ടാനുള്ള ഒത്തിരി സാധ്യതകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു രാജ്യമാണ്. കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്.